ഹായ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളെല്ലാവരും നല്ല അടിപൊളിയായിട്ടിരിക്കണു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ എന്തായാലും അത്രയ്ക്ക് അങ്ങോട്ട് അടിപൊളിയല്ല. എൻ്റെ ശബ്ദം കേട്ടിട്ട് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. കുറച്ച് ജലദോഷപ്പനി ഒക്കെ പിടിച്ച് വയ്യാണ്ടിരിക്കുകയായിരുന്നു. ഇന്നത്തേക്ക് മച്ച് ബെറ്റർ. അപ്പം എന്തായാലും ഫസ്റ്റ് തന്നെ പറയാം, ഞങ്ങൾ പുതിയ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ആ ഷിഫ്റ്റിംഗ് പ്രോസസ്സിൽ കിട്ടിയ ഒരു ജലദോഷപ്പനിയാണ്. കാരണം ഭയങ്കര പൊടിയും, എനിക്ക് ഡസ്റ്റ് ഭയങ്കര അലർജിയാണ്. അപ്പോൾ മോസ്റ്റ്ലി എനിക്ക് വേണം പൊടി കാരണം വന്നിട്ടുള്ള ഒരു തുമ്മലും പനി എനിക്ക് ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഏട്ടനും വയ്യായിരുന്നു. ഏട്ടനും പനിയും ജലദോഷം പൊടിയൊക്കെ ആയിരുന്നു. എനിക്ക് എന്തായാലും പൊടി തീരെ പറ്റില്ല. അപ്പോൾ എന്തായാലും കുറച്ച് 2-3 ദിവസം കൂടി എടുക്കുമായിരിക്കും പറയും. ഇന്നത്തേക്ക് മച്ച് ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പുതിയ വീട്ടിൽ താമസമൊക്കെ അടിപൊളിയായിട്ട് വരുന്നു. പക്ഷേ എല്ലാം ഒതുക്കലൊന്നും ആയിട്ടില്ല. ഈ ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട, ഇത് കിടക്കുന്ന സ്ഥലം മാത്രം കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ട്. ബാക്കി ചുറ്റും ഇനിയും കാർട്ടൻസൊക്കെ ഉണ്ട് നമ്മൾക്ക് അൺപാക്ക് ചെയ്യാനൊക്കെ. പിന്നെ ഫർണിച്ചേഴ്സ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഇന്ന് വരും, ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ അത് എന്തായാലും കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ആയതിന് ശേഷം, ഫുൾ എല്ലാം സെറ്റായതിന് ശേഷം ഞാൻ ഒരു ഹോം ടൂർ അല്ലെങ്കിൽ പുതിയ വീടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും കാണിക്കാൻ പറ്റിയൊരു കോലത്തിലല്ല. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് അപ്ഡേറ്റ് ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നൊരു ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ പെട്ടെന്നൊരു വീഡിയോ എടുക്കാനുള്ളൊരു റീസൺ, ഇന്നൊരു പ്രത്യേകതയുണ്ട്, ഇന്നൊരു വിശേഷമുണ്ട്. അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അത് താഴെ എത്തിയിട്ട് ഞാൻ പറയാം. അപ്പോൾ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ, മോളൂസ് പറ. റിസൾട്ട്സ് കിട്ടി. GCSE റിസൾട്ട്സ് വന്ന ദിവസമാണ്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്പെഷ്യലായിട്ടുള്ള കാര്യം. ഇന്ന് നല്ല മാർക്സ് കിട്ടിയിട്ടുണ്ട് മാളുവിന്. കാരണം മാളിപ്പോൾ ഇവിടെ വന്നത് ഈ മിഡിലാണല്ലോ, ഇയർ 10 വന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും നല്ല മാർക്സാണ്. അപ്പോൾ എല്ലാവരും മാളുവിന് ഒരു കൺഗ്രാറ്റ്സ് പറയണം. ആ ഒരു അപ്ഡേറ്റ് പെട്ടെന്ന് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കുട്ടി വീഡിയോ ആയിട്ട് വന്നത്. ഇതിന് മുമ്പുള്ള എനിക്ക് വേണം 2-3 വീഡിയോസ് ഇനിയും എഡിറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ബാക്കിയുണ്ട്. അതായത് ഇപ്സ്വിച്ചിലുള്ള ബർത്ത്ഡേ വ്ളോഗ് ബാക്കിയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്തായാലും ഇടുമ്പോൾ ഇരുന്ന് കാണണം കേട്ടോ. ബാക്കി ലിവർപൂൾ വിശേഷങ്ങൾ ഇങ്ങനെ പതുക്കെ വന്നുകൊണ്ടിരിക്കും. അമ്മ അതേ പുതിയ അടുക്കളയിൽ ഫുൾ കയ്യേറി നല്ല കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു. ഇതാണ് ഒരു ലുക്ക് ഓഫ് ദി ന്യൂ കിച്ചൺ. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു, വിശദമായിട്ട് എല്ലാം ഒതുക്കിയതിന് ശേഷം നമ്മൾ ഷുവറായിട്ടും കാണിക്കും. അപ്പോൾ ഇന്ന് എന്താ പറയുക, ഒരു ഗുഡ് ന്യൂസ് കിട്ടിയെന്ന് പ്രമാണിച്ച് എന്തായാലും ഒരു പായസം വയ്ക്കാമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. ആ റെസിപ്പി കൂടി നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മളൊരു സേമിയ പായസം ഉണ്ടാക്കാം എന്നാണ് പ്ലാൻ ചെയ്തത്. ഈസി ആണല്ലോ, ക്യാഷ് കുറച്ചധികം കരിഞ്ഞു പോയി. അപ്പോൾ ആദ്യം ക്യാഷും കിസ്മിസും നെയ്യിലൊന്ന് വറുത്ത് കോരി വെക്കാം. പാലിവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നൊരു ചെറിയൊരു ട്വിസ്റ്റ് പോലെ സേമിയ പായസത്തിൽ ഈ സാധനം, ഇതിനെന്താ പറയുക, നമ്മൾ സാബുദാന എന്ന് പറയും മലയാളത്തിൽ. ചൊവ്വരി അങ്ങനെ എന്താണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പായസത്തിൽ ഇട്ടേടെ കുറച്ചും കൂടി ഒരു എന്താ കിട്ടുക, കൊഴുപ്പ് കിട്ടും. അപ്പോൾ പായസം അടുപ്പത്ത് കയറിയിട്ടുണ്ട്. മീൻവൈൽ ഇന്നത്തെ ലഞ്ച് ഇതാണ് കയ്പക്ക ബാജി, വിച്ച് ഈസ് എൻ്റെ ഫേവറേറ്റ്, വളരെ ഫേവറേറ്റ്. പലർക്കും ഇഷ്ടമല്ലാത്ത ഒരു വെജിറ്റബിൾ ആയിരിക്കാം, പക്ഷേ മാളുവിനെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. അത് പക്ഷെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് നല്ല ഇങ്ങനെ മുരിഞ്ഞ് വരണം. അപ്പോൾ മാളുവിന് ഇഷ്ടമുള്ള കയ്പക്ക ബാജി. പിന്നെ ആണ് തക്കാളിയും പരിപ്പും പുളിങ്കറി, അത് ചോറായിട്ടുണ്ട്. പിന്നെ മാളു ഇന്നലെ ഓൾറെഡി ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതും കൂടി കാണിച്ചു തരാം. ഫുൾ A to Z മാളുവാണ് ഉണ്ടാക്കിയത്. ഞാൻ ഈ ഭാഗത്തേക്കേ വന്നിട്ടില്ല. ഒന്നാമത്തേത് എനിക്ക് വയ്യായിരുന്നു, പിന്നെ മാളു പറഞ്ഞു അവൾക്ക് ഒറ്റയ്ക്ക് ചെയ്യണം. ഓക്കെ, സ്ട്രോബെറി ചീസ് കേക്ക്. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല, നമുക്കിപ്പോൾ തന്നെ കട്ട് ചെയ്താലോ മാളു?
ഉണ്ണിയപ്പം അപ്പോൾ ഇതാണ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ചീസ് കേക്ക്. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് നോക്കി. സൂപ്പർ മാളോ, വെൽ ഡൺ. എന്നെപ്പോലെ ഒരു ഷെഫായി മാറും. മീൻവായിൽ നമ്മുടെ പായസത്തിലേക്ക് കടക്കാം. പായസം ഇവിടെ തിളച്ച് പൊന്തിപ്പോൾ ഞാനൊന്ന് മാറ്റി വെച്ചു. പിന്നെ ഇവിടെ നമ്മുടെ പഴയ വീട്ടിൽ എന്താ പറയുക, ഗ്യാസായിരുന്നു. ഇത് ആണെങ്കിൽ ഇലക്ട്രിക് ഹോബാണ്. ആ ഒരു വ്യത്യാസമുണ്ട്. ഇതൊന്ന് കഴിച്ചു നോക്കിയേ. കാരണവര് വർക്ക് ഫ്രം ഹോം ഉള്ള കാരണവർ ബിസ്ക്കറ്റിനൊപ്പം കഴിക്കണോ? താങ്ക് യു. എന്റെ ജലദോഷക്കാര് രണ്ടുപേരുടെയും ശബ്ദം ഉഷാദുപ്പ് ആൻഡ് മിസ്റ്റർ ആൻഡ് മിസ്സസ് ഉഷാദുപ്പ് പോലെ ആയിട്ടുണ്ട്. വെന്ത് തളിച്ച് വന്നു. അപ്പോൾ ഇതിലേക്ക് എന്താ പറയുക, എന്തായാലും പറയുക, സാബുദാണ അത് ആഡ് ചെയ്തു. എന്നിട്ട് അതും കൂടി ഒന്ന് വീർത്തിങ്ങനെ ട്രാൻസ്പെറൻറ്റ് ബോൾസ് ആവണ വരെ വെയിറ്റ് ചെയ്യാം. സോ ഇതാണ് ഇന്നത്തെ ലഞ്ച്, മാളുവിൻ്റെ ഫേവറേറ്റ് ഐറ്റംസ്. പിന്നെ ലാസ്റ്റ്ലി മിനി പപ്പടം. ഇന്നത്തെ ലാവിഷ് ലഞ്ച്. പായസം സമയമെടുക്കും, ആയിക്കൊണ്ടിരിക്കും. അത് ലഞ്ചൊക്കെ കഴിയുമ്പോഴേക്കും ശരിയാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ സാബുദാണയും നന്നായിട്ട് കുക്കായിട്ട് കണ്ട അങ്ങനെ ട്രാൻസ്പെറൻറ്റ് ബോൾസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതെ, ടപ്പിയൊക്ക സ്റ്റാർച്ച് ആണല്ലോ. അതിലേക്ക് നമ്മുടെ ഈ റേസിൻസും കാഷ്യൂസും ഒക്കെ ഇട്ട് കൊടുക്കാം നമുക്ക്. അലങ്കോലപ്പണി അല്ല, അലങ്കാരപ്പണി. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ പായസം ഈസ് റെഡി. പായസം റെഡി. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ കഴിക്കുന്നില്ല, കാരണം ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആയിട്ടാണ് കഴിച്ചത്. അത് മാത്രമല്ല, എൻ്റെ വായിൽ ഒരു ടേസ്റ്റും ഇല്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കുന്നുള്ളൂ. മാളനും വയറ് ഫുള്ളായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ രാജുവിനും അമ്മയ്ക്ക് മാത്രമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മാളന് വേണ്ട പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പായസം കുടിച്ച് എൻജോയ് ചെയ്യാൻ പോവാണ്. നിങ്ങളും ഞങ്ങളുടെ വീഡിയോസ് കണ്ട് എൻജോയ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ഷോർട്ട് അപ്ഡേറ്റ്. കീപ് വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.